നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ദീപം 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 ദീപോ? ഇതൊക്കെ സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊണ്ടുവരുമ്പോ പഴയ സിനിമയിലെ തറവാട്ടിലെ പെണ്ണുങ്ങൾ പറയുന്നതല്ലേ? അതെ അച്ചു, നിനക്കിതിൽ നല്ലൊരു ഭാവിയുണ്ട്. സ്കൂളിൽ പോയില്ലെങ്കിലും നിനക്ക് നല്ലൊരു പൂജാരിയാവാം. ഓ ആയിക്കോട്ടെ, ഞാൻ പൂജാരിയായിട്ട് ജീവിച്ചോളാം. അപ്പോഴും ആര്യ ചേച്ചി വല്ല പടവും വരച്ച് റോഡരികിൽ വിൽക്കാൻ വെച്ചോണ്ടിരിക്കേയുള്ളൂ. പിന്നെ ആരതി ചേച്ചിയാണെങ്കിൽ ഇങ്ങനെ പഠിച്ച് ജോലിയും തണ്ടി നടന്ന് കാലിലെ ചെരുപ്പ് തേയൊന്നും ഉറപ്പല്ലേ. കരുനാക്കെടുത്ത് ഓരോ കുരുത്തക്കേട് പറയാതെ പോടേർക്ക അവിടുന്ന്. എന്റെ ഭഗവാനെ, ഇവൻ പറയുന്നത് പോലൊന്നും ആയിരിക്കല്ലേ. ഭഗവാൻ ഇപ്പൊ കേക്കും. അല്ല, വേറൊരാളുണ്ടല്ലോ ഈ വീട്ടിൽ, അഞ്ജലി അമ്മ. ആളെ ഇവിടെ കണ്ടില്ല. അയ്യോ എന്റെ അച്ചൂട്ടാ, വലിയ ഭക്തനും പൂജാരിയൊക്കെ ആയിട്ടും നിനക്ക് ഈ ദിവസത്തിന്റെ പ്രാധാന്യം അറിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ വിഷമം. എന്ത് പ്രാധാന്യം, എന്ത് വിശേഷം? എന്നോട് പറ, കേക്കട്ടെ. എടാ മണ്ടം പൂശാരി, ഇന്ന് കൃഷ്ണാഷ്ടമിയാ. അമ്പാടി കണ്ണൻ ജനിച്ച ദിവസം. നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി എന്നും പറയാം. ഓ ശരി ശരി, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഓ, അമ്മയ്ക്ക് കൃഷ്ണനുമായിട്ട് എന്താ ഇടപാട്? അത് മനസ്സിലായില്ല. ഇപ്പൊ ഇടപാടൊന്നുമില്ല. പണ്ട് മറ്റൊരു കൃഷ്ണനുമായിട്ട് ചെറിയൊരു ഇടപാടൊക്കെ ഉണ്ടായിരുന്നു. ആ കൃഷ്ണനെ തേടി നടക്കുക ഇപ്പോഴും കക്ഷി. ഓ അത് ശരി, ആ അന്വേഷണത്തിന്റെ ഭാഗമാണോ ഇന്നും? എന്നാ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്താ പോരായിരുന്നോ? അവിടുന്ന് ഇന്ന് ജയന്തി ആയതുകൊണ്ട് കൃഷ്ണന് താമരമാല അന്വേഷിച്ചിറങ്ങിയിരിക്കുക അഞ്ജലി ചേച്ചി. കൂട്ടുകാരികളൊത്ത് പൂവമാന്റെ താമരക്കുളത്തിൽ എത്തിക്കാണും ചേച്ചി ഇപ്പൊ. ചേട്ടാ ബിസിനസിന് വേണ്ടി വളർത്തുന്ന താമര പൂയില്ലേ, ആ പെമ്പിള്ളേര് പറിച്ചോണ്ട് പോവാ. എന്റെ ദൈവമേ, മഹാഭാവികള് കണ്ണ് തെറ്റിയ അടിച്ചോണ്ട് പോകുന്ന കാലമാണല്ലോ ഇത്. അച്ചുട്ടാ, ദേ അഞ്ജലിയമ്മ വന്നു. നീ നിന്റെ ദീപം കൊണ്ട് അങ്ങോട്ട് ചെന്നേ. ദീപം 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 ദീപം. സൂപ്പർ. നമ്മുടെ വീട്ടിലൊരു പൂജാരി മോനുള്ള കാര്യമേ ഇന്നാ മനസ്സിലായ. സന്തോഷം സ്വീകരിച്ചിരിക്കുന്നു. ഓഹോ, അല്ല, അമ്മ വലിയ കൃഷ്ണഭക്തിയാണെന്ന് ചേച്ചിമാര് പറഞ്ഞല്ലോ. മിസ്റ്റർ കൃഷ്ണനെ തേടി നടക്കായിരുന്നോ രാവിലെ മുതൽ?
കൊച്ചു വാഗൊണ്ട് വലിയ വർത്താനം പറയല്ലേ. ദേ, ഇത് കൊണ്ടുപോയി അകത്ത് വെക്ക്. കൊണ്ടുവെക്ക്. എന്റെ പ്രിയപ്പെട്ട കൃഷ്ണ, അച്ഛനും സുഭദ്രാമ്മയും കൂടി മറ്റൊരു കൃഷ്ണനുമായിട്ട് എന്നെ ചേർത്ത് വെക്കാൻ ആഗ്രഹിച്ചതാ. പക്ഷേ വിധി അതിന് അനുവദിച്ചില്ല. പരസ്പരം കാണാതെ ഞങ്ങൾ പിരിഞ്ഞു, അകന്നു. ഇന്നിപ്പോ കണ്ടാൽ അറിയാത്ത അവസ്ഥയായി. ഒന്ന് കാലുറച്ചു നിൽക്കാൻ, കുട്ടികളെ ഒരു കരയിലെത്തിക്കാൻ, ജീവിതം ഒന്ന് പിടിച്ചു നിർത്താൻ തളരാത്ത ഓട്ടമായിരുന്നു ഞാനിതുവരെ. ഇത്രയും വർഷമായി. ഇനി പറ, എവിടെയാ എന്റെ കൃഷ്ണൻ? അവനെ എന്നാ ഇനി ഞാനൊന്ന് കാണുന്നത്? എങ്ങനെ തിരയണം ഞാൻ? എവിടെ തിരയണം ഞാൻ? ഒന്നിനും ഒരു നിശ്ചയവും ഇല്ലല്ലോ. ഭഗവാനെ, സാക്ഷാൽ ഗോപാലകൃഷ്ണ, പ്രണയം എന്താണെന്ന് നന്നായി തിരിച്ചറിയുന്ന ദേവനല്ലേ നീ? എന്റെ കൃഷ്ണനെ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് മടക്കിത്താ കൃഷ്ണ, ഭഗവാനെ. നമ്മൾ എത്ര വളർന്നാലും എത്ര ദൂരം സഞ്ചരിച്ചാലും എത്ര അകലെ വസിച്ചാലും ഈ രാധയും കൃഷ്ണനും നമ്മളെ ഒരുമിപ്പിക്കും. എനിക്കത് വിശ്വാസമാണ്. എനിക്കും. രാധേ, കാലം ഇത്രയായിട്ടും നീ തന്ന ഈ ശില്പത്തിന്റെ നിറത്തിനോ ഭംഗിക്കോ ഒരു മാറ്റവും വന്നിട്ടില്ല. ഇതുപോലെ മനസ്സിൽ ഒരു മാറ്റവും ഇല്ലാതെയാണ് നീയും. ഇനിയും എത്ര കാലം കഴിഞ്ഞാലും നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ കാത്തിരിക്കുന്നത്. അമ്പാടിയിലെ കൃഷ്ണന്റെ രാധ ജീവിതകാലം മുഴുവൻ കൃഷ്ണന് വേണ്ടി കാത്തിരുന്നവളാ. നീയും അതുപോലെ എനിക്ക് വേണ്ടി കാത്തിരിക്കും എന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. ജീവിതത്തിന് മാത്രമല്ല, എന്റെ മരണത്തിന് പോലും നിന്നോടുള്ള ഇഷ്ടത്തിൽ നിന്ന് എന്നെ അകറ്റാനാവില്ല. നീ മാത്രമാണ് എന്റെ പ്രണയം, നീ മാത്രമാണ് എന്റെ ജീവിതം. എന്നും എപ്പോഴും നീ മാത്രം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.